സിന്ധു കൃഷ്ണയുടെ വ്ലോഗിലൂടെ മലയാളികൾക്ക് മുഴുവൻ പരിചിതമായവരാണ് സിന്ധുവിൻ്റെ അച്ഛനും അമ്മയും. രണ്ടു പെൺമക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകുവാനും അവരെ പഠിപ്പിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവരെ വളർത്തുകയുമെല്ലാം ചെയ്ത രംഗനാഥനും ഭാര്യയും മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം എല്ലാ കാര്യത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണകുമാറിന്റെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരണത്തിനു കീഴടങ്ങിയതിനാൽ സിന്ധുവിന്റെ അച്ഛനും അമ്മയുമായിരുന്നു അഹാന മുതൽ ഹൻസിക വരെയുള്ള പേരക്കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നത്. ഇവർക്കു മാത്രമല്ല, ഇളയ മകൾ സെമിയുടെ 3 മക്കൾക്കും രംഗനാഥനും ഭാര്യയും പ്രിയപ്പെട്ടവരായിരുന്നു. എന്ത് വിശേഷമുണ്ടെങ്കിലും അത് ആദ്യം പറയുവാൻ അപ്പൂപ്പനരികിലേക്ക് ഓടുന്ന അഹാനയെ പലപ്പോഴും വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഇവരുടെ വീട്ടിൽ വന്ന് നിൽക്കുവാനും സമയം കണ്ടെത്തിയിരുന്ന അച്ഛനും അമ്മയും ഭൂരിഭാഗം സമയവും ചെലവഴിച്ചിരുന്നത് സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കിയാലോ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയാലോ ഒക്കെ അത് പൊതിഞ്ഞെടുത്ത് ഒരു പങ്ക് വീട്ടിലേക്ക് എത്തിക്കുവാനും സിന്ധു മറന്നിരുന്നില്ല. സിന്ധുവിൻ്റെ അനുജത്തി സിമി ചെന്നൈയിലായതിനാൽ സിന്ധുവാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തിയിരുന്നത്. കുറച്ചു കാലമായി പ്രായാധിക്യമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകളിലായിരുന്നു അച്ഛൻ രംഗനാഥൻ ഉണ്ടായിരുന്നത്. ഏറെ വർഷക്കാലം വിദേശത്ത് ജോലി ചെയ്ത ശേഷം അവിടെ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ രംഗനാഥൻ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കൃഷ്ണകുമാറിന് രംഗനാഥനും ഭാര്യയും സ്വന്തം അച്ഛനും അമ്മയും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വേർപാട് കൃഷ്ണകുമാറിനെയും ഉലച്ചിട്ടുണ്ട്. എങ്കിലും ഓസിയുടെ കുഞ്ഞിനെ കണ്ടതിൻ്റെ സന്തോഷത്തോടെ അച്ഛന് പോകാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസം മാത്രമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഉള്ളത്. സിമിയുടെ മകളായ തൻവി പൂർണ്ണ ഗർഭിണിയായി ഇരിക്കുകയാണ് ഇപ്പോൾ. മെറ്റേണിറ്റി ലീവിന് നാട്ടിൽ വരാമെന്നും അപ്പൂപ്പനൊപ്പം സമയം ചെലവഴിക്കാമെന്നുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കവേ എത്തിയ മരണം കാനഡയിലുള്ള തൻവിയെയും ഏറെ ഹൃദയവേദനയിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതേസമയം നിരവധി പേരാണ് സിന്ധുവിനെയും കുടുംബത്തെയും സാന്ത്വനിപ്പിച്ചുകൊണ്ട് കമന്റുകളുമായി എത്തുന്നത്. കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന അപ്പൂപ്പന്റെ വിയോഗം തങ്ങൾക്കും വലിയ സങ്കടമാണെന്ന് ആരാധകർ കുറിക്കുന്നു. പിതാവിന്റെ ആരോഗ്യ വിവരങ്ങൾ സിന്ധു തന്റെ വ്ലോഗിലൂടെ മുൻപും പങ്കുവച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ എല്ലാ ആഘോഷവേളകളിലും സിന്ധുവിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഓസിയുടെ കല്യാണത്തിനും മറ്റും ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു രംഗനാഥനും ഭാര്യയും. സ്ട്രോക്കിനെ തുടർന്ന് ബാലൻസ് നഷ്ടപ്പെട്ടതും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതും രംഗനാഥനെ തളർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പോലും രംഗനാഥനൊപ്പം സിന്ധു ആശുപത്രിയിലായിരുന്നു. 2 പെൺമക്കളായിരുന്ന രംഗനാഥന് തൻ്റെ മൂത്ത മകനെ പോലെയായിരുന്നു കൃഷ്ണകുമാർ. സിന്ധുവും കൃഷ്ണകുമാറുമാണ് അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. എല്ലാ കുടുംബ ആഘോഷങ്ങളിലും മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുവാൻ സിന്ധു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കൊച്ചുമക്കൾക്കെല്ലാം വലിയ വഴികാട്ടിയായിരുന്ന ഒരു കാരണവരുടെ വേർപാടിലാണ് കുടുംബം ഇപ്പോൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.